ദുൽഖർ അൻവർ റഷീദ് ചിത്രം എന്ന് കേൾക്കുമ്പം തന്നെ മലയാളികൾക്ക് രോമാഞ്ചിഫിക്കേഷൻ വരാനുണ്ട്. കാരണം അൻവർ റഷീദ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് ഡയറക്ടർമാരിൽ ഒരാളാണ്. നിർമ്മാതാവായിട്ടും ഡിസ്ട്രിബ്യൂട്ടറായിട്ടും ഒക്കെ സൂപ്പറാണ്. വളരെ അപൂർവം പടമുള്ള ചെറിയ രീതിയിലെങ്കിലും മോശമായത്, ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇവർ സംവിധാനം ചെയ്ത പടം ഉസ്താദ് ഹോട്ടൽ ദുൽഖറിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രമാണ്. ബാംഗ്ലൂർ ഡേയ്സിനകത്താണെങ്കിൽ പ്രൊഡ്യൂസറാണ്. ഇവിടെയും പ്രൊഡ്യൂസറായിട്ടാണ്, ഡയറക്ടറായിട്ടല്ല അൻവർ റഷീദ് വരുന്നത്, പ്രൊഡ്യൂസറായിട്ടാണ് ദുൽഖറിൻ്റെ കൂട്ടത്തിൽ, വേഫെയർ ഫിലിംസിൻ്റെ കൂട്ടത്തിൽ അടുത്ത ദുൽഖറിൻ്റെ ചിത്രം. ഇപ്പം ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രം കഴിഞ്ഞാൽ ദുൽഖർ അഭിനയിക്കുന്നത് നമ്മുടെ പേരനല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ടായിരുന്നു, വെബ് സീരീസ്. എൻ്റെ പേര് ഇതാണോ എന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. എന്നാൽ പോലും ആ സീരീസിൻ്റെ സംവിധായകൻ പ്രവീൺ ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന പുത്തൻ ചിത്രത്തിൽ DQ നായകനാണ്. ഇതിനുശേഷം നഹാസിൻ്റെ പടത്തിന് ശേഷം ചെയ്യുന്ന പടം അതാണ്. അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമയാണെന്നാണ് അതും കേട്ടത്. അതെന്തായാലും നിർമ്മിക്കുന്നത് ദുൽഖറും അൻവർ റഷീദുമാണ്. ദുൽഖറും അൻവർ റഷീദ് ഒന്നിക്കുമ്പം എന്തായാലും ഒരു ഷുവർ ബെറ്റാണ്, ഷുവർ ഹിറ്റാണ്, സൂപ്പർ മെഗാ ഹിറ്റ് ആകാനുള്ള ചാൻസും 99% ഉണ്ട്. കാരണം അൻവർ റഷീദ് ചുമ്മാ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാറുമില്ല.